ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കാണിക്കുന്നത്. പൂരി മുട്ടക്കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി ഉള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ എല്ലാം ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്കൊരു സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു. ഒരു മുട്ട റോസ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വഴറ്റുന്ന സ്റ്റേജിലാണ് ഞാൻ ഈ കറി ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ ഉള്ളിലേക്ക് നല്ലപോലെ വഴണ്ടി വന്നപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി വേവിക്കാനായിട്ട്. അപ്പം മസാലയ്ക്ക് നല്ലപോലെ ഒന്ന് ഇങ്ങനെ മസാലയ്ക്ക് ചേർത്ത് നല്ലപോലെ മിക്സായി വന്നപ്പോൾ ഞാനതിൽ വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. ഞാൻ വെളുത്തുള്ളി ഇടാൻ ആദ്യം വിട്ടുപോയി, അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ 2 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് വേവണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഞാൻ ഗോതമ്പ് പൊടിയും ഉപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ പൂരിക്ക് വേണ്ടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ വേവണ സമയത്ത് നമുക്കത് പോയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അവിടെ കിടന്ന് ഒന്നുകൂടി വേവട്ടെ. നമുക്ക് പൂരീസയ്ക്കും കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒക്കെയും പരത്തിയെടുക്കാം. നമുക്ക് ഈ ചപ്പാത്തി ആണെങ്കിൽ ഉണ്ടാക്കലും പരത്തലും ചുടലൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ പൂരിക്ക് നമ്മളിങ്ങനെ പരത്തി വെക്കണമല്ലോ, അപ്പോൾ അത് നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ബോൾ എടുത്തിട്ട് ചെറിയ വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം എടുത്തപ്പോൾ കുറച്ച് വലുതായി പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമുക്കത് കട്ട് ചെയ്ത് നല്ല വറുത്തെടുക്കാം. പക്ഷെ വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് മുറിച്ചോ ഷേപ്പൊക്കെ ആക്കിയിട്ട് പൂരീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കറിയും കൂടി ബാക്കിയുള്ളതും കഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ആകെ ഒരു കൺഫ്യൂഷൻ വന്ന് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് നാളികേരം നല്ലപോലെ അരച്ച് ചേർക്കണം. നമുക്ക് ഈ കറി അവിടെ വെള്ളം ഒഴിച്ച സ്റ്റേജിൽ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് വേവിച്ചിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഫസ്റ്റ് പാൽ ഒഴിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമല്ല, തേങ്ങാപ്പാലാകുമ്പോൾ പാലെടുക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതാകുമ്പോൾ നല്ല അരച്ചുകൊണ്ട് ചേർത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടൊരു മസാല കറിയാവും കേട്ടോ ഇത്. ഉപ്പൊക്കെ നോക്കാം, ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാവരും പറയും നാളികേരം അരച്ച ഇങ്ങനെ കറി തിളയ്ക്കാൻ പാടില്ല എന്നില്ല, അങ്ങനെയല്ല. നാളികേരം അരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കേണ്ടത് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടായിട്ട് ചെയ്യാം. ഇങ്ങനെ ഇളക്കി തിളപ്പിച്ചാൽ മതി. കുറച്ച് കറിവേപ്പിലേക്ക് ഇടാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം, കറിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം സെറ്റായി അവസാന സ്റ്റേജിൽ നമ്മൾ ഈ കോഴിമുട്ട മുറിച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ആ കോഴിമുട്ടയുടെ സ്മെല്ലെല്ലാം കൂടി കറിക്ക് വരും. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഈ കോഴിമുട്ടയും കൂടി മുറിച്ച് ചേർത്ത് കറി അങ്ങോട്ട് ഇറക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ്. അപ്പം, ചോറ്, പിന്നെ ചപ്പാത്തി, പൂരി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് മതിയിട്ട് ഈ കറി വേവാൻ. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവല്ലോ, ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി റെഡിയാവും. അപ്പോൾ കറിയൊക്കെ സെറ്റായി. നമുക്കിനി നമ്മുടെ പൂരീസൊക്കെയും വറുത്തെടുക്കാം. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് പൂരിയെടുക്കാം. പൂരി കണ്ട നല്ല ഗുണ്ടുമണി പൂരി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഗോതമ്പ് പൊടി, ഉപ്പ്, വെള്ളം മാത്രം കുഴച്ച് പൂരിക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ച് മാവ് കുറച്ച് ടൈറ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്, കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൂരി ശരിയായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് പൂരി ആൻഡ് മുട്ടക്കറി. എല്ലാവരും ബാജിയൊക്കെയല്ലേ ഉണ്ടാക്കുക, മുട്ട റോസ്റ്റൊക്കെയല്ലേ. അപ്പോൾ ഒരു ചേഞ്ചിന് ഇങ്ങനൊരു കറി ഉണ്ടാക്കി എല്ലാവരും നോക്കണം. നല്ല അടിപൊളി കോംബോയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, കമൻറ്റ് ഇടണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പൂരീസും ശരിയായിട്ടുണ്ട്. നമുക്കിനി കഴിക്കാൻ മാത്രമേ വേണ്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു കോംബോ കിട്ടിയില്ലേ ബ്രേക്ക്ഫാസ്റ്റ്, പൂരി ആൻഡ് മുട്ടക്കറി. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.